നമസ്കാരം. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ദുഃഖത്തിലും നമുക്കൊരാൾ വേണമെന്നേ. ആ ലൈഫ് ഒരു വേറെയാണല്ലേ. പക്ഷേ അങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയാൽ അത് ഭാഗ്യം. ഇനി കിട്ടിയില്ലെന്നിരിക്കട്ടെ, അങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിലില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ അതിനായി ഒരാളെ തിരയുമ്പോൾ ശരിക്കും ആ ആളെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ലൈഫിലേക്ക് അയാളെ സ്വീകരിക്കാൻ. ഇല്ലയുണ്ടല്ലോ, നമ്മൾ ഇന്ന് അനുഭവിച്ച ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം വരെ നമുക്ക് നഷ്ടപ്പെടും. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാത്തത് മൊത്തം നമ്മൾ അനുഭവിക്കും. കേൾക്കാൻ പാടില്ലാത്തതെല്ലാം നമ്മൾ കേൾക്കും. നമ്മൾ ഒരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെ നമ്മുടെ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കി തന്നെ തിരഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ ഇല്ല എന്നൊരു പേരേ ഉള്ളൂ, ഇല്ല എന്നൊരു ദുഃഖമേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഒരാളെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സന്തോഷത്തിന് പകരം എന്നും നാം ദുഃഖിക്കേണ്ടി വരും. നമ്മുടെ സങ്കടങ്ങളിലും സന്തോഷത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു നല്ല സുഹൃത്ത്, അല്ല നല്ലൊരു ജീവിത പങ്കാളി ആണെങ്കിൽ നമ്മുടെ ലൈഫ് എത്ര കളറാണല്ലേ. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ അങ്ങനെ ഒരു സംഭവം കേൾക്കാനില്ല. ആദ്യമൊക്കെ പ്രണയം ഭയങ്കര മധുരമായിരിക്കും, പിന്നെ പിന്നെ കയ്പായിരിക്കും. ആദ്യമേ ചാറ്റ് തുടങ്ങും, പിന്നെ ചീറ്റ് തുടങ്ങും, പിന്നെ ചീറ്റിങ്ങായി. ഇതാ എന്നെ പോലെ ഫ്രീ ആയിട്ടിരിക്കും, ഉള്ള സമാധാനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ലവ് യു ഓൾ. ഉള്ളതുപോലെ വിളിച്ച് പറഞ്ഞ് ശീലിച്ചു പോയി. ഇനി വരുന്നുണ്ട് ഒരുപാട് കഥകൾ. കുറേ മാന്യന്മാരും കുറേ മാന്യത്തികളും ഉണ്ട് ഇവിടെ. പുറമേ നോക്കുമ്പോൾ വളരെ സുന്ദരിയും സുന്ദരന്മാരും. അവരടുത്തറിയണം അവരുടെ യഥാർത്ഥ ചീഞ്ഞ, ആ ഉള്ളിൽ മൊത്തം ചീഞ്ഞാണ്. അത് ഞാൻ പുറത്ത് കൊണ്ടുവരും, കാണിച്ചു തരാം. ഫോട്ടോസ് ചെയ്ത് ഞാൻ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ ബൈ.